ഹലോ, നോക്കിക്കേ. ഈ ചെടിയെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ. അത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെടി അതിൽ നിന്ന് കുറച്ച് ഇല പറിച്ചെടുക്കുവാണേ. അത് കുറേയൊക്കെ ഇങ്ങനെ നല്ല ബ്ലൂ ലൈറ്റ് ഗ്രീൻ ആയിട്ടുണ്ട്, കുറച്ച് ഡാർക്ക് ഗ്രീൻ ഉണ്ട് അതിൽ, പിന്നെ യെല്ലോ കളറുണ്ട്. ഇത് പല പല കളറായിട്ടിങ്ങനെ അത് എനിക്ക് തോന്നുന്ന ആ ചെടിയുടെ ഇതിങ്ങനെ കൂമ്പും മൂത്ത് വരുമ്പോൾ അതനുസരിച്ചിട്ടാണെന്ന് തോന്നുന്നു ആ ഇലകളുടെ കളറ് ചേഞ്ച് വരുന്നത്. എന്തായാലും വളരെ ഭംഗിയായിട്ടുള്ളൊരു ഇലയാണ്. എന്നാൽ പിന്നെ നമുക്ക് ഈ ഇലയെ കൊണ്ടൊരു നല്ലൊരു പൂവുണ്ടാക്കിയാലോ അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഇല അവിടെ നിന്ന് പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ പൂവുണ്ടാക്കാം? അപ്പോൾ കുറച്ച് നൂല് മാത്രം മതി ഇതിന്. ഈ ഇല എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ നൂലിൽ ചുറ്റുമ്പോൾ അത് അധികം അങ്ങ് കട്ടായി പോകില്ല ഈ ഇല. അങ്ങനെ ഒരു ഇലയ്ക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി പോലെയുണ്ട്, ഒരു നമ്മൾ വാടി പോലെയൊക്കെ ഇരിക്കും. ഇപ്പം ഞാൻ പറിച്ചുകൊണ്ട് വന്ന ഇലയാണ് കേട്ടോ. അപ്പോൾ ഈ ഇല കൊണ്ട് നമുക്ക് നല്ലൊരു ഫ്ലവർ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഇലയുടെ തുമ്പ് ഇത് ആദ്യത്തെ പെറ്റലാണ്. അതൊന്നിങ്ങനെ മടക്കി വയ്ക്കുക, പിന്നെ നോക്കുക കേട്ടോ. നമുക്ക് കണ്ടാൽ അറിയാമല്ലോ എങ്ങനെയാണ് റോസ് ഫ്ലവർ ഉണ്ടാവുക. റോസല്ല, ഇതിപ്പോൾ ഒരു ഫ്ലവറാണ്. റോസ് ഫ്ലവർ ആയാലും നമുക്ക് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കണം ഞാൻ. അപ്പോൾ അതിൻ്റെ പെറ്റലയിലേക്ക് നമ്മൾ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ താഴെയുള്ള ഭാഗം നമുക്കൊന്ന് നൂല് കൊണ്ട് ചുറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്. ഒറിജിനലായിട്ട് ഒരുപാട് നാൾ ഇതിങ്ങനെ ഇരുന്നോളും നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഒത്തിരി നാൾ ഇരിക്കും. കാരണം ഈ ഇല അങ്ങനെ പെട്ടെന്ന് വാടിപ്പോകത്തില്ല. എന്തായാലും ഞാനിതൊന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കട്ടെ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് എൻ്റെ ആദ്യമായിട്ടിടുന്ന പുതിയ സപ്തഋഷി എന്ന് പറയുന്ന ചാനലാണ്. ഇതിൽ ഞാൻ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മാത്രം ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ലൈക്കൊക്കെ തരാൻ മടിക്കണ്ട. ഞാൻ സുമാ കേശവൻ. ഓക്കെ, ബൈ, സീ യു.